എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന, ഒരിക്കൽ നടക്കും എന്ന് നമ്മൾ ഉറപ്പിച്ച രണ്ടാമൂഴം എന്ന സിനിമ. നമ്മൾ ലാലേട്ടനെ ഭീമനായിട്ട് കാണാൻ ആഗ്രഹിച്ച, ഞാൻ ലൈഫ് ടൈമിൽ എൻ്റെ ലാലേട്ടന് കിട്ടുന്ന ഏറ്റവും വലിയൊരു റോളായിട്ട് ഞാൻ മനസ്സിൽ സ്വന്തം കരുതിയിരുന്ന രണ്ടാമൂഴത്തിലെ ഭീമൻ, അത് ഒരിടയ്ക്ക് വെച്ചിട്ട് നമ്മൾ അത് വളരെയേറെ പ്രതീക്ഷയോടെ അത് എല്ലാ രീതിയിലും അത് സംഭവിക്കാൻ പോകുന്നു. ശ്രീകുമാർ മേനോൻ അത് സിനിമയാക്കാൻ പോകുന്നു. ലാലേട്ടൻ ഭീമനായിട്ട് വരുന്നു. ആ വാർത്തകളൊക്കെ കേട്ടപ്പോൾ അതിൽ രണ്ടാമൂഴം വായിച്ച ഒരു ആളെന്ന രീതിയിൽ ഭയങ്കര കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് ആ ഒരു ക്യാരക്ടർ ലാലേട്ടൻ ലൈഫ് ടൈമിൽ ഏറ്റവും വലിയ ക്യാരക്ടറായിട്ട് വിചാരിക്കുന്ന സിനിമയായിരുന്നു. കാരണം അത്ര ഗംഭീരമായ ക്യാരക്ടറാണ് രണ്ടാമൂഴത്തിലെ ഭീമൻ. നിങ്ങൾ വായിച്ച ആൾക്കാർക്ക് അതൊക്കെ മനസ്സിലാവും. സോ നമ്മളെല്ലാവരും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അത് നടക്കാനിരുന്നതായിരുന്നു. പക്ഷേ അത് പിന്നീട് എന്തോ സംഭവിച്ചില്ല. ആ സ്ക്രിപ്റ്റൊക്കെ MT വാസുദേവൻ നായർ തിരിച്ചു വാങ്ങി നമ്മൾ അറിഞ്ഞു. ലീഗലി പല പ്രശ്നങ്ങളും അതിലുണ്ടായി. അത് സിനിമ അത് വൈകിയത് കൊണ്ടാണ് കാരണമെന്നാണ്. അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുകയായിരുന്നു. പക്ഷെ അത് വൈകിയത് കൊണ്ട് അദ്ദേഹം സ്ക്രിപ്റ്റ് തിരിച്ചു വാങ്ങി. ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയങ്കരനായ MT വാസുദേവൻ നായർ ഈ ലോകത്ത് വിട പറഞ്ഞു പോയിരിക്കുകയാണ്. സോ അതിനുള്ള ഇപ്പോൾ ആ സ്ക്രിപ്റ്റിനൊക്കെ ഉള്ള എല്ലാ അവകാശങ്ങളും അദ്ദേഹത്തിൻ്റെ മകൾക്കായിരിക്കാം. ഇപ്പം വീണ്ടും കുറച്ച് ദിവസങ്ങളായിട്ട് ഈ സിനിമ വീണ്ടും നടക്കാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമൂഴം വീണ്ടും വരും, ഉറപ്പായും വരും എന്നൊക്കെ ഇദ്ദേഹത്തിൻ്റെ മകളുടെ ഒരു വീഡിയോ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടപ്പോഴും അതിലും അങ്ങനെ അവർ അതിനെപ്പറ്റി സൂചിപ്പിക്കുന്നതായിട്ട് പറയണത് കേട്ടു. അപ്പം ഈ സിനിമ എപ്പം വരികയാണെങ്കിലും അതിൽ ഭീമനായിട്ട് ലാലേട്ടൻ തന്നെ വരണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. കാരണം ഈ ലോകത്ത് രണ്ടാമൂഴത്തിലെ MTയുടെ ഭീമനാവാൻ മോഹൻലാലിന് മാത്രമേ കഴിയൂ എന്ന് ഞാൻ പറയുന്നു. ഞാൻ പറഞ്ഞതല്ല, MT സാർക്കും രണ്ടാമൂഴം മണിരത്നം ചെയ്യാൻ MT സാർ ആഗ്രഹിച്ചിരുന്നതും. എന്നാൽ മണിരത്നം അത് എനിക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല, എനിക്കതിന് ഒരുപാട് സമയം വേണമെന്ന് പറഞ്ഞു. എന്നാൽ അതിനുശേഷം അദ്ദേഹം ഒരു ഡയറക്ടർക്ക് ആ ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ അത് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് MT സാറെ പരിചയപ്പെടുത്തി. അല്ലെങ്കിൽ അങ്ങനെ ആ ഡയറക്ടർ ആരാന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു ഡയറക്ടറെ MT സാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അദ്ദേഹം MT സാറെ കാണാൻ നാട്ടിൽ വരുന്നതും. എന്നാൽ അത് കാണാൻ ആ ടൈമിലാണ് MT സാർക്ക് വയ്യാതായത്. അങ്ങനെയുള്ള ഒരുപാട് ന്യൂസുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. സോ എനിക്ക് പേഴ്സണലി അത് രാജമൗലി എന്ന ഡയറക്ടർ ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പം അതും തോന്നാം, പക്ഷെ എനിക്ക് പൃഥ്വിരാജ് ചെയ്താലും ഒരു ഗംഭീര സിനിമ ആയിരിക്കും. അതല്ല അതിന് വലിയ സിനിമ പുൾ ഓഫ് ചെയ്യാനുള്ള ഇതുള്ള ആളാണ് പൃഥ്വിരാജ് എന്ന് എനിക്ക് തോന്നുന്നു. സോ ആരും ആ സിനിമ ഡയറക്റ്റ് ചെയ്യട്ടെ. പക്ഷെ അതിൽ മോഹൻലാൽ അതിൽ ഭീമനായിട്ട് ലാലേട്ടനെ മാത്രമേ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ആ സിനിമ നടക്കണ്ട, അതാണ് എൻ്റെ ആഗ്രഹം. സോ ഇങ്ങനെ തോട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും പോകുന്നതാണ്. അതിനിടയിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കാണാൻ ഇടയായി. ആ വീഡിയോ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുക. അത് കണ്ടപ്പം എന്തോ ഒരു ഭയങ്കര ഫീല്. ഒരു AI ക്രിയേറ്റഡ് വീഡിയോ ആണ്. ലാലേട്ടൻ്റെ ഫേസാണ് അതിൽ ഭീമന് കൊടുത്തിരിക്കുന്നത്. അത് നല്ലൊരു രസകരമായിട്ടുള്ള ഒരു ഓഡിയോ. അതിൻ്റെ പിന്നിൽ ആരാണ് സംസാരിച്ചത് എനിക്കറിയില്ല. പക്ഷേ ആ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക, നമുക്കൊന്നത് കാണാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ദ്രൗപദിക്ക് വേണ്ടി പലതും ചെയ്തു. ദുശാസനന്റെ മാറു പിളർന്നു, ദുശാസനന്റെ ഹൃദയരക്തം കുടിച്ചു. ആ ഹൃദയരക്തം കൊണ്ട് ദ്രൗപദിയുടെ അഴിഞ്ഞ മുടി കോതിക്കെട്ടി. ദ്രൗപദിക്ക് വേണ്ടി കീചകനെ കൊന്നു. ദ്രൗപദിക്ക് വേണ്ടി ഗന്ധമാദന പർവ്വത്തിലേക്ക് പോയി. ദ്രൗപദിക്ക് വേണ്ടി പൂക്കൾ തേടിപ്പോയി. കല്യാണ സൗഗന്ധികം തേടി വന്നു. ഹനുമാനുമായി ഏറ്റുമുട്ടി. ഓരോ സന്ദർഭത്തിലും ദ്രൗപദിക്ക് വേണ്ടി പലതും ചെയ്തുകൊണ്ടിരുന്നു. അവസാനത്തെ ചോദ്യമാണ് ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്. അപ്പോഴാണ് വാസ്തവത്തിൽ ദ്രൗപദി ഭീമന്റെ മഹാസ്നേഹത്തെ മനസ്സിലാക്കിയത്. ഫീലാണ് ഈ വീഡിയോയ്ക്ക് അറിയാം. കാരണം ഞാൻ വീണ്ടും പറയുന്നു, ഈ സിനിമ ഇതിലെ ഭീമന്റെ ക്യാരക്ടർ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എത്ര മാസും ഭയങ്കര ക്ലാസ്സുമായിട്ടാണ് രണ്ടാമൂഴം എന്ന് പറഞ്ഞ നോവലുള്ളത്. സോ അതൊരിക്കലും ഒരു വെറും ക്ലാസിക് സിനിമയായിട്ട് എടുത്തിട്ട് കാര്യമില്ല. അത് രാജമൗലി, ബാഹുബലി, RRR ഒക്കെ ചെയ്ത പോലത്തെ ആ ഒരു മാസ് ഫീലും അതിന് വേണം.
അതിൽ ഒരുപാട് സീനുകളുണ്ട്. ഈ പറയുന്ന സീനുകൾ നമുക്ക് സങ്കല്പിച്ച് നോക്കൂ. ഈ ഒരു നമ്മൾ ഈ വീഡിയോയിൽ കണ്ട സീനുകളൊക്കെ ലാലേട്ടൻ വന്ന് ചെയ്യുന്നതും അതൊരു ആ സെറ്റപ്പിൽ അത്ര ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സിനിമയായിട്ടത് വരുമ്പോഴുള്ള എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം ഇതിൽ ലാലേട്ടൻ ചെയ്യണം, ഇത് വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയാൻ കാരണം ഇത് ഒരു ബാഹുബലി മാത്രം പോലെ ഒരു വലിയൊരു സ്റ്റാറിന് മാത്രം പുൾ ഓഫ് ചെയ്യാൻ പറ്റിയ സിനിമയല്ല. ഇതിൽ അഭിനയത്തിൻ്റെ ഒരുപാട്, അതായത് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആക്ടർ അഭിനയിക്കേണ്ട ഒരുപാട് മുഹൂർത്തങ്ങളുള്ള ഒരു സിനിമയാണിത്. സോ അത് എന്തുകൊണ്ട് നമ്മൾ ലാലേട്ടനെ കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ഈ വീഡിയോയിൽ പറഞ്ഞ സീനുകളും അതിനുപോലെ മാസ് എന്ന് പറഞ്ഞാൽ നമ്മളത് വായിക്കുമ്പോൾ നമുക്കത് എന്ത് വലിയ ഭയങ്കരമായിട്ട് മാസ് കാണിക്കാൻ പറ്റിയ, ക്ലാസ്സായിട്ട് മാസ് കാണിക്കാൻ പറ്റിയ ഒരുപാട് സീനുകളുണ്ട് ഈ നോവലിൽ. അതൊരു സിനിമയാക്കുമ്പോൾ അത് അതിനെക്കാട്ടും വലുതായിട്ടുണ്ടാവും. സോ ഇതിപ്പം ഈ ഒരു സിനിമ ഇതിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നി. കാരണം ഇതിൻ്റെ കൂടെ ഇങ്ങനത്തെ കുറേ ടോക്കും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇതെന്തെങ്കിലും നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. നടക്കുകയാണെങ്കിൽ അതിൽ ലാലേട്ടൻ തന്നെ ഭീമനായിട്ട് വരണം എന്നുള്ള ആഗ്രഹം, പ്രാർത്ഥനയും ഇവിടെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്.